നമ്മുടെ ഈ ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണ യജ്ഞം 24 ആരംഭിച്ചപ്പോൾ തന്നെ നമുക്കൊപ്പം സഞ്ചരിച്ച ആളാണ് രമേശ് ചെന്നിത്തല. ഇപ്പോൾ അദ്ദേഹം ഹരിപ്പാട് നിന്ന് തത്സമയം ചേരുകയാണ്. ഗുഡ് മോർണിംഗ്. താങ്കളുടെ രാഗത്തോണൊക്കെ നല്ല ഗംഭീരമായി നടന്നു പറയുമ്പോൾ വളരെ സന്തോഷം. നമ്മൾ ഇതിൻ്റെ രണ്ടാം ഘട്ടം ജ്യോതിർഗമയ എന്ന പേരിൽ ആരംഭിച്ചിരിക്കുകയാണ്. ഈ അവസരത്തിൽ കേരളത്തിലെ ജനങ്ങൾ ഇത് തത്സമയം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവരോട് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? SK വളരെ സന്തോഷമുണ്ട്. അങ്ങാണ് ആദ്യമായി ഒരു യാത്ര തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിച്ച് കാസർഗോഡ് വരെ ലഹരിക്കെതിരെ നടത്തിയത്. ഞാൻ അന്ന് ആദ്യത്തെ ദിവസം യൂണിവേഴ്സിറ്റി കേരള യൂണിവേഴ്സിറ്റിയുടെ നേരെ മുൻപിലുള്ള റോഡിൽ അങ്ങയുടെ വണ്ടിയിൽ കയറി ആ പരിപാടിയിൽ പങ്കെടുത്തത് ഞാൻ ഓർക്കുകയാണ്. ഇന്ന് കേരളത്തെ ഗ്രസിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ലഹരിയാണ്, രാസലഹരിയാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ മുഴുവൻ ലഹരിയ മാഫിയ പിടികൂടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു, അടിമകളാക്കുന്നു. അതിനെതിരെയുള്ള ഒരു പോരാട്ടം ഇന്ന് ഏറ്റവും അനിവാര്യമാണ്. സർക്കാർ മാത്രം വിചാരിച്ചാൽ ഇത് കഴിയില്ല. നമ്മളെല്ലാവരും ഒരുമിച്ച് മുന്നോട്ടിറങ്ങണം. അതാണ് ഏറ്റവും ആവശ്യമായിട്ടുള്ളത്. ഞാൻ ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലത്താണ് ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ് എന്നൊരു പദ്ധതി തയ്യാറാക്കി. നമ്മുടെ പ്രശസ്ത സിനിമാ താരം ശ്രീ മമ്മൂട്ടിയായിരുന്നു അതിൻ്റെ ബ്രാൻഡ് അംബാസിഡർ. അദ്ദേഹം തന്നെ നിരവധി കോളേജുകളിലും സ്കൂളുകളിലും ഞങ്ങളോടൊപ്പം വന്നത് ഞാൻ ഓർക്കുന്നു. അതിനുശേഷം പിന്നീട് കാര്യമായി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. പക്ഷേ ഇന്ന് കേരളം അതിഭീകരമായ നിലയിൽ ലഹരി മാഫിയയുടെ പിടിയിൽ അമർന്നിരിക്കുന്നു. പഞ്ചാബിനെ പോലെ കൊളംബിയയെ പോലെ കേരളം മാറുമോ എന്നുള്ള സന്ദേഹം ആളുകളിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് അതിൽ നിന്ന് കേരളത്തെ മോചിപ്പിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഇതിന് ഒരു രാഷ്ട്രീയവും ഞാൻ കാണുന്നില്ല. ഈ പ്രൗഡ് കേരളയുടെ നേതൃത്വത്തിൽ ഈ സമൂഹ നടത്തം ഞങ്ങൾ വാക്കത്തോൺ സംഘടിപ്പിച്ചത്. 6ാമത്തെ ജില്ലയായിരുന്നു ആലപ്പുഴയിൽ. വാസ്തവത്തിൽ 100 കണക്കിന് ആളുകൾ ഇതിൽ പങ്കെടുത്തു. എല്ലാ സമൂഹത്തിലും പെട്ട ആളുകൾ പങ്കെടുത്തു. അത് ഒരു പുതിയ സന്ദേശം നൽകുകയാണ്. നിങ്ങളുടെ ജ്യോതിർഗമയ എന്ന ഈ പരിപാടിയിൽ തീർച്ചയായും ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുന്നു. 24-നെയും ശ്രീകണ്ഠൻ നായരെയും ഞാൻ അഭിനന്ദിക്കുന്നു. നിങ്ങളൊരു ക്രൂസൈഡ് എന്ന നിലയിൽ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. തീർച്ചയായും കോളേജിലും സ്കൂളിലും പഠിക്കുന്ന കുട്ടികൾക്ക് പുതിയ അവബോധമുണ്ടാകും. അതിന് നിങ്ങൾ നടത്തുന്ന ഈ പ്രവർത്തനങ്ങൾക്ക് എൻ്റെ പൂർണ്ണ പിന്തുണ ഉണ്ടാകും. അതിന് ഏത് ഘട്ടത്തിലും അത് ഉണ്ടാകും എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 24-നും SKയ്ക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുകയാണ്. താങ്ക് യു രമേശ്. അങ്ങയുടെ വാക്കത്തോടും ഞങ്ങളുടെ പിന്തുണ എല്ലാവിധമായും ഞങ്ങൾ ഉറപ്പുവരുത്തിയിട്ടുണ്ട്, തുടരുക തന്നെ ചെയ്യും. ശ്രീ രമേശ് ചെന്നിത്തല സംസാരിക്കുകയായിരുന്നു. അതിൻ്റെ ഹരിപ്പാട് നിയോജകമണ്ഡലത്തിലെ ഓഫീസിൽ നിന്നാണ് തത്സമയം ഈ പരിപാടിയിൽ അദ്ദേഹം പങ്കെടുത്ത്. താങ്ക് യു വൺസ് അഗെയിൻ. ഇതൊന്നും മതിയാവുന്നില്ല രമേശ് ചെന്നിത്തല. ഈ വായിച്ചാലും തീരാത്ത പുസ്തകം എന്ന് പ്രകൃതിയെ പറ്റി പറയും പോലെയാണ്. പിടിച്ചാലും തീരാത്ത ലഹരിയാണ്. എത്ര പിടിച്ചാലും തീരുന്നില്ല. പിന്നെയും കിലോ കണക്കിന് MDMA പിടിക്കുകയാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഈ എൻഫോഴ്സ്മെൻറ്റ് കുറച്ചുകൂടി ശക്തമാക്കണം. ഇത് മതിയാവുന്നില്ല എന്നൊരു നിലപാടുണ്ടോ ശ്രീ രമേശ് ചെന്നിത്തല? തീർച്ചയായും എൻഫോഴ്സ്മെൻറ്റ് ശക്തമാക്കണം. ഗവൺമെൻറ് കൂടുതൽ കാര്യക്ഷമതയോടെ ഇടപെടണം. പോലീസ് ഇടപെടണം. എന്നിട്ട് വേണം അതോ ജനങ്ങളും ഒരുമിച്ച് ഇടപെടണം. ജനങ്ങളൂടെ വിചാരിച്ചാൽ മാത്രമേ ഇതിനെ തടയാൻ കഴിയുള്ളൂ. സർക്കാർ സംവിധാനങ്ങൾ കൊണ്ട് മാത്രം കഴിയില്ല. അത് ബോധവൽക്കരണം ഒരു ഭാഗത്ത് എൻഫോഴ്സ്മെൻറ്റ്, രണ്ടും കൂടി പാരലായി പോയാൽ മാത്രമേ ഈ ലഹരിയെ നമുക്ക് തടഞ്ഞു നിർത്താൻ കഴിയുള്ളൂ. ജീവിതമാണ് ലഹരി എന്ന് കുട്ടികളെ ബോധ്യപ്പെടുത്തണം. അതുകൊണ്ട് കുട്ടികളെ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകാതിരിക്കാൻ ബോധവൽക്കരണം നടത്തുകയും അവർക്ക് മറ്റ് നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാക്കാൻ വേണ്ടി നമ്മളൊക്കെ ശ്രമിക്കുകയും ചെയ്യണം എന്നുള്ളതാണ്. ഈ ഞങ്ങളുടെ വാക്കത്തോണിന് മുമ്പായി ഞങ്ങൾ ഫുട്ബോൾ മത്സരമുണ്ട്, മറ്റ് മത്സരങ്ങളുമുണ്ട്, പട്ടം പറപ്പിക്കൽ മത്സരം, അങ്ങനെ പല പരിപാടികൾ ഈ വാക്കത്തോൺ പ്രൗഡ് കേരള ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്നുണ്ട്. അതിൻ്റെ കൾമിനേഷനാണ് ഈ യാത്ര ഒരു വാക്കത്തോണായി എല്ലാ ജില്ലയിലും നടത്തുന്നത്. അപ്പോൾ ഇതിൽ 100 കണക്കിന് കുട്ടികളും രക്ഷകർത്താക്കളും സമൂഹത്തിൻ്റെ വിവിധ തലങ്ങളിലുള്ള ആളുകൾ പങ്കെടുക്കുന്നു. എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ, ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഈ ഒരു കാര്യം ഏറ്റെടുത്ത് എനിക്ക് ചാരിതാർത്ഥ്യമുണ്ട്. അതാണ് ഞാൻ SKയെ അഭിനന്ദിച്ചത്. ഒരു പത്രപ്രവർത്തകൻ എന്ന നിലയിൽ ശ്രീകണ്ഠൻ നായർ വളരെ മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ് ആരംഭിച്ചിരിക്കുന്നത്. അതിനെ കേരള സമൂഹം നെഞ്ചിലേറ്റും എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല.
ശ്രീ രമേശ് ചെന്നിത്തല, ഈ ലഹരി എന്ന് പറയുമ്പോൾ എപ്പോഴും ജനങ്ങൾ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ഈ മദ്യം എന്തുകൊണ്ടാണ് ഈ രീതിയിൽ എതിർക്കപ്പെടാത്തത് എന്നുള്ളത്. ഇപ്പോൾ സർക്കാർ പോലും മദ്യനയം മാറ്റുന്നു, ഇപ്പോൾ കൂടുതൽ ഉദാരമായി അത് ലഭ്യമാക്കാൻ പോകുന്നു, ഓൺലൈനായി മദ്യം വിൽക്കാൻ പോകുന്നു, അത് വരുന്നു എന്നൊക്കെയുള്ള വാർത്തകളാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പുറത്തു വന്നത്. അപ്പോൾ ആ നിലപാടിനോടും അതിനോടും എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? തീർച്ചയായിട്ടും മദ്യവും മയക്കുമരുന്നും രണ്ടും വർജിക്കപ്പെടേണ്ടത് തന്നെയാണ്. നമ്മളൊരു ഭാഗത്ത് കൂടുതൽ മദ്യഷാപ്പുകൾ ആരംഭിക്കുന്നു, ബാറുകൾ ആരംഭിക്കുന്നു, ബ്രൂവറി ആരംഭിക്കുന്നു, വൈനറി ആരംഭിക്കുന്നു. എന്നിട്ട് നമ്മൾ ലഹരിക്കെതിരെ സമരം നടത്തിയിട്ട് കാര്യമില്ല. രണ്ടും വേണം. ലഹരി എന്ന് പറയുന്നത് ജീവിതത്തെ കാർന്നു തിന്നുന്നു, ശരീരത്തിന് അപകടകരമാണ്, ഇത് ഉപേക്ഷിക്കപ്പെടേണ്ടതാണെന്ന് പുതിയ തലമുറയെ ബോധ്യപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. അപ്പോൾ ഗവൺമെൻറ്റും എന്ത് ചെയ്യണം? ഘട്ടം ഘട്ടമായി മദ്യത്തിൻ്റെ വ്യാപനം കുറച്ചു കൊണ്ടുവരണം. എന്നാൽ മാത്രമേ ഇതിനകത്ത് ജനങ്ങൾ വിശ്വസിക്കുകയുള്ളൂ. മദ്യത്തിൻ്റെ വ്യാപനം കൂട്ടിക്കൊണ്ട് നമ്മൾ ലഹരിക്കെതിരെ സമരം ചെയ്താൽ ആരത് വിശ്വസിക്കും? ഒറ്റയടിക്ക് കുറയ്ക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല, അത് പ്രായോഗികമല്ല. ഘട്ടം ഘട്ടമായി കുറച്ചു കൊണ്ടുവരാനും ജനങ്ങളെ മദ്യാസക്തിയിൽ നിന്നും മയക്കുമരുന്നിൽ നിന്നും രക്ഷപ്പെടുത്താനുള്ള നടപടികളുമാണ് വേണ്ടത്. അതിന് നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കണം. അതിനകത്ത് രാഷ്ട്രീയം കലർത്തേണ്ട കാര്യമില്ല. അവിടെയാണ് ഗവൺമെൻറ്റിന് കുറേ കൂടി കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നത്. ഞാനത് പറയുമ്പോൾ അത് സർക്കാരിനെതിരെ പറയുകയല്ല. കഴിഞ്ഞ 10 വർഷമായി കേരളത്തിൽ ബാറുകൾ കൂടുതൽ അനുവദിക്കുന്ന ഒരു പ്രവണത കണ്ടുവരുന്നുണ്ട്. അത് നിരക്കി നിർത്താനും മദ്യത്തിൻ്റെ ഉപയോഗവും അതോടൊപ്പം തന്നെ അവൈലബിലിറ്റിയും കുറച്ചുകൊണ്ട് വരാനുമുള്ള നടപടി അത്യാവശ്യമാണ്. അതുകൂടി ഉണ്ടെങ്കിലേ ഇത് ഫലപ്രദമാവുകയുള്ളൂ. ശ്രീ രമേശ് ചെന്നിത്തല, താങ്കൾക്ക് ഈ അവസരത്തിൽ ജ്യോതിർഗമയുടെ സംപ്രേഷണം ലോകമെമ്പാടുമുള്ള മലയാളികൾ തത്സമയം കണ്ടുകൊണ്ടിരിക്കുകയാണ്. മറ്റെന്തെങ്കിലും പറയാനുണ്ടോ? എനിക്ക് പറയാനുള്ളത് ഒരു കാര്യം കൂടിയുണ്ട്. ഒന്നാമത്, ഈ കുട്ടികളെ ഇതിലേക്ക് ആകർഷിക്കാൻ വേണ്ടി വളരെ ബോധപൂർവമായ ഒരു നീക്കം നടത്തുന്ന ചില മാഫിയകൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അത് അന്തർദേശീയ അന്തർദേശീയ ബന്ധങ്ങളുള്ള മാഫിയയാണ്. ഞാൻ ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലത്ത് ഇതിൻ്റെ വേറിറക്കാൻ നമ്മൾ പരമാവധി ശ്രമിച്ചതാണ്. അപ്പോൾ അതിന് അവർക്ക് വലിയ സ്വാധീന ശക്തിയുള്ളവരാണ്. കോടികളുടെ ആസ്തികളുള്ള ആളുകളാണ് ഇതിൻ്റെ പിന്നിലുള്ള വലിയ സംഘങ്ങളാണ്. നമ്മളാരും വിശ്വസിക്കാത്ത തരത്തിലുള്ള വലിയ മാഫിയകളാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. ചെറിയ ആളുകളൊന്നുമല്ല. അവരെ നിയന്ത്രിക്കണമെങ്കിൽ ശക്തമായ പോലീസ് നടപടി ഉണ്ടാകണം, ശക്തമായ എൻഫോഴ്സ്മെൻറ്റ് നടപടി ഉണ്ടാകണം. ഈ മാഫിയകളെ അവർക്ക് വലിയ തോതിലുള്ള ശൃംഖലയുണ്ട്. നമ്മൾ താഴെ തലങ്ങളിൽ കാണുന്നത് ചെറിയ കാര്യങ്ങളാണ്. ഇപ്പോൾ പിടിക്കപ്പെടുന്നത് ചെറിയ കാര്യങ്ങളാണ്. ഇവർ വലിയ അന്തർദേശീയ തലത്തിൽ തന്നെ പ്രവർത്തിക്കുന്ന ക്രൈമിനും അതോടൊപ്പം തന്നെ ടെററിസ്റ്റ് ആക്ടിവിറ്റീസിനും ഒക്കെ പണം കൊടുക്കുന്ന വലിയ മാഫിയകളാണിത്. അപ്പോൾ ഇവരെ നിയന്ത്രിക്കണമെങ്കിൽ ദേശീയ തലത്തിൽ തന്നെ സംസ്ഥാന തലത്തിൽ തന്നെ വളരെ ആസൂത്രിതമായ നീക്കമുണ്ടാകണം. ഫോർ എക്സാമ്പിൾ, ഞാൻ ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലത്ത് ഞങ്ങൾ എയർപോർട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം എയർപോർട്ട്, റെയിൽവേയിലൂടെ വരുന്നു, അതോടൊപ്പം തന്നെ ബസ്സുകൾ, ഇതെല്ലാം നിരന്തരമായ നിരീക്ഷണത്തിന് വിധേയമാക്കുമായിരുന്നു. ഇത് നമുക്കറിയാൻ പറ്റും ഇത് എവിടെ നിന്നാണ് വരുന്നതെന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഉറവിടം കണ്ടെത്തി അവിടെ അതിനെ ഇല്ലാതാക്കുക. അത് പോലീസ് വിചാരിച്ചാലേ പറ്റുള്ളൂ, എൻഫോഴ്സ്മെൻറ്റ് ഏജൻസികൾ വിചാരിച്ചാലേ പറ്റുള്ളൂ. ഐ ബി ഇൻ്റലിജൻസ് ബ്യൂറോ ഉപയോഗിക്കണം, സ്പെഷ്യൽ ബ്രാഞ്ചിനെ ഉപയോഗിക്കണം. എന്നാൽ മാത്രമേ നമുക്കിതിനെ പിടിച്ചെടുക്കാൻ കഴിയുള്ളൂ. ഇപ്പോൾ സ്കൂളുകളുടെ മുറ്റത്ത്, അതാണ് ഏറ്റവും വലിയ അപകടം. സ്കൂളുകളുടെ മുറ്റത്ത് ഇത്, അല്ലെങ്കിൽ സ്കൂളുകളുടെ അടുത്ത് ചെറിയ കടകളിൽ ഇതൊക്കെ വിൽക്കുന്നുണ്ട്, നമ്മൾ അറിയുന്നില്ല. മാരകമായ രാസലഹരി, അത് പ്ലാസ്റ്ററിൻ്റെ രൂപത്തിൽ, പൊട്ടിൻ്റെ രൂപത്തിൽ, നാക്കിന് അടിയിലിരുന്ന രൂപത്തിലൊക്കെ പല രീതിയിൽ ക്യാപ്സ്യൂളുകളായിട്ട് പോലും ഇത്തരം ലഹരി പദാർത്ഥങ്ങൾ സ്കൂളുകളുടെ മുമ്പിൽ വിൽക്കുന്നുണ്ട്. ഇതിനെ തടയണമെങ്കിൽ ശക്തമായ പോലീസ് ഇടപെടൽ ഉണ്ടാകണം, സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ ഇടപെടൽ ഉണ്ടാകണം, അതോടെ ഇൻ്റലിജൻസ് ഏജൻസീസിൻ്റെ സഹായം തേടണം. എന്നാൽ മാത്രമേ നമുക്കിതിനെ തടയാൻ കഴിയുള്ളൂ. കാരണം ഇത് വലിയ ശക്തികളാണ് ഇതിൻ്റെ പിന്നിൽ. ഉറപ്പായും അത് ഈ പറഞ്ഞ മഹാവൃക്ഷം പോലെ നിൽക്കുന്നവരാണ്. അതിൻ്റെ കടക്കൽ കട്ട് വെട്ടിയിട്ടാൽ മാത്രമേ നമുക്ക് നിവൃത്തിയുള്ളൂ. ശ്രീ രമേശ് ചെന്നിത്തല, അതിനിടയിൽ MA യൂസഫലിയുമായി ചേർന്ന ഒരു പെൺകുട്ടിക്ക് തുടർപഠന സഹായം പോലെയുള്ള എന്തോ ഒരു പദ്ധതിയൊക്കെ അല്പസമയം മുമ്പ് നടന്നു എന്ന് കേട്ടു. എന്താണ് ആ പദ്ധതി, ശ്രീ രമേശ് ചെന്നിത്തല? അതാണ് എനിക്ക് അത് SKയുടെ സഹായം ഈ കാര്യത്തിൽ ആവശ്യമുണ്ട്. ഞാൻ എൻ്റെ നിയോജക മണ്ഡലത്തിൽ ഹരിപ്പാട് കരുവാറ്റായിൽ ലക്ഷ്മി S എന്ന് പറയുന്ന കുട്ടി, ആ കുട്ടി എൻ്റെ അടുക്കലുണ്ട്. ആ കുട്ടി
സിവിൽ ഏവിയേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു പൈലറ്റ് ടെസ്റ്റ് എഴുതി. വളരെ പാവപ്പെട്ട വീടാണ്, വളരെ പാവപ്പെട്ട വീട്. ആ കുട്ടിയുടെ ആഗ്രഹമാണ് ഒരു പൈലറ്റ് ആവുക എന്നുള്ളത്. ആ കുട്ടി എൻ്റെ അടുക്കലുണ്ട്, എൻ്റെ അടുക്കലേക്ക് വരികയാണ് ആ കുട്ടി. ആ കുട്ടി കഴിഞ്ഞ ദിവസം എന്നെ കണ്ടു പറഞ്ഞു, സാറേ എനിക്ക് പൈലറ്റ് ടെസ്റ്റ് എഴുതാൻ, ഞാൻ പൈലറ്റ് ടെസ്റ്റ് എഴുതി 4ാം റാങ്ക്, ഇന്ത്യയിൽ 4ാം റാങ്ക് ആ കുട്ടിക്ക് കിട്ടി, ലക്ഷ്മിക്ക്. പക്ഷേ 84 ലക്ഷം രൂപ വേണം 2 വർഷത്തേക്ക്. ആ റായ്ബറേലിയിലെ സിവിൽ ഏവിയേഷൻ ഈ പൈലറ്റ് കോഴ്സ് നടത്തുന്ന സ്ഥാപനത്തിൽ ഇതിന് അഡ്മിഷനും കിട്ടി. ഒരു മാർഗവുമില്ല. ഞാൻ സി യൂസഫ് അലിയെ ഫോൺ വിളിച്ചിട്ട് ഈ കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം ഇന്ന് അദ്ദേഹത്തിൻ്റെ മാനേജർ സി പീതാംബരനെ ഇവിടെ അയച്ചു. 10 ലക്ഷം രൂപ ഈ കുട്ടിക്ക് കൊടുക്കുകയാണ്. അതുപോലെ സുരേഷ് ഗോപി 2 ലക്ഷം രൂപ കൊടുത്തു. ഞാൻ എൻ്റെ വകയായിട്ട് 1 ലക്ഷം രൂപ കൊടുക്കുകയാണ്. അപ്പോൾ എന്നാലും തീരുന്നില്ല, കാരണം ഈ കുട്ടിക്ക് 15 ലക്ഷം രൂപ അടയ്ക്കണം, എന്നാലേ അഡ്മിഷൻ കിട്ടത്തുള്ളൂ. പിന്നെ ബാക്കി മതി. നമ്മുടെ SKയുടെ ഒരു സഹായം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. തീർച്ചയായിട്ടും രമേശ്, നമുക്കത് ചെയ്യാവുന്ന കാര്യമുള്ളൂ. തീർച്ചയായിട്ടും ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആ കുട്ടിയെ അവിടെ അഡ്മിറ്റ് ചെയ്ത് കിട്ടാൻ 15 ലക്ഷം രൂപ, എനിക്ക് തോന്നുന്നത് ഒരു അതിനടുത്തെത്തിയെന്ന് തോന്നുന്നു നിങ്ങളല്ലേ? അപ്പോൾ അതിൻ്റെ അരികിലേക്ക് നമ്മളൂടെ വരും. അന്ന് നമ്മളത് 15 ലക്ഷമാക്കി ആ കുട്ടിക്ക് പ്രവേശനം വാങ്ങിച്ചു കൊടുക്കും. അപ്പോൾ ആ കുട്ടിക്ക് ഒരു കൺഗ്രാജുലേഷൻസും കൊടുത്തേക്കാം രമേശ്. കൂടി ഇപ്പോഴുണ്ടെങ്കിൽ ഈ കുട്ടിക്ക് നാളെ കഴിഞ്ഞ് അഡ്മിഷൻ കിട്ടും. അത് 24ഉം SK അത് ഏറ്റെടുക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കാരണം വളരെ ജീവകാരുണ്യപരമായ ഒരു ഞാൻ കൃത്യമായി ചോദിച്ചാൽ നമ്മൾ എത്ര ലക്ഷം രൂപ കൊടുക്കേണ്ടി വരും ഇപ്പോൾ? 10, 12, 13 നിങ്ങൾ 2 ലക്ഷം കൂടെ കൊടുത്താൽ മതി. അത് സമ്മതിച്ചിരിക്കുന്നു. ആ കുട്ടിയോട് പറഞ്ഞേക്കൂ, താങ്കളുടെ അഭ്യർത്ഥന ഞങ്ങൾ ആദരിക്കുന്നു. ആ 2 ലക്ഷം രൂപ നമ്മൾ കൈമാറും. കുട്ടി ഇവിടെ അടുത്തുണ്ട്. തീർച്ചയായിട്ടും ഞാൻ ആ കുട്ടിയെ കണ്ടു. തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ നമ്മൾ 2 ലക്ഷം രൂപ കൊടുക്കുന്നു. കൊടുക്കില്ലല്ലേ? ഓക്കെ ഓക്കെ. അപ്പോൾ ജ്യോതിർഗമയ തുടരുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇതിനകത്ത് നമ്മൾ ഒരുപാട് ബോധവൽക്കരണ ക്ലാസ്സുകളും ഗ്രഹസദസ്സുകളും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ചില എൻ്റർടൈൻമെൻറ്റുകളും നമ്മുടെ പ്രതിഭാധനരായ കുട്ടികൾ അവതരിപ്പിക്കുന്ന ചില എൻ്റർടൈൻമെൻറ്റ് സംഭവങ്ങളൊക്കെ ഇതിലുണ്ട്. പ്രേക്ഷകർ നമുക്കൊപ്പം തന്നെ തുടരണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.